Hello everyone, welcome back to my YouTube channel and to a new video. Today we'll be discussing the essay Of Truth by Francis Bacon. Francis Bacon was a philosopher and essayist who advocated empiricism. That is, he said that sensory experience is the best source of knowledge. He supported the scientific revolution and also established the scientific method, also known as Baconian method. His essays are reflections and observation in the form of advice for living a successful life. And he wrote essays on a wide range of topics such as architecture, human behavior, etc., which show his acute intelligence and wit. He also incorporates numerous quotes from earlier writers, and most of his essays are formal, that is, practical everyday philosophies. And he presented a detached epigrammatic style that presents finished ideas rather than develop and explore them. His later essays were more expanded and employed a strategy of balance and opposition, and it was more impersonal or objective in nature. That is, he studied the world rather than the self. He was also the first writer to attend to the young readers, and he wrote mainly to inform the young men of his class. And in this essay, Bacon has presented the objective truth in various manifestations. Similarly, Bacon shares with us the subjective truth operative in social life. Of Truth is Bacon's masterpiece that shows his keen observation of human beings with special regard to truth. In the beginning of the essay, Bacon rightly observes that general people do not care for the truth, as Pilate, the governor of the Roman Empire, while conducting the trial of Jesus Christ, commented, "What is truth?" ആ ഒരു ലൈൻ വെച്ചിട്ടാണ് ഈ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ട്രയലിൻ്റെ സമയത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒരു റിപ്ലൈ ആയിട്ട് പിലാത്തെ, ആ ഒരു റോമൻ എംപയറിലെ ഗവർണർ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ട്രൂത്ത്? അതിൽ ഉദ്ദേശിക്കുന്നത് ഹിസ് റെഫറൻസ് ടു പോണ്ടിയസ് പിലാറ്റെ, who was not only a governor but also a skeptic, who jokes that he do not believe that truth can be defined. What is truth എന്ന് പറയുന്നത് കൊണ്ട് പിലാത്തെ ഉദ്ദേശിക്കുന്നത് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഈ ഒരു ലോകത്ത് എടുക്കുമ്പോൾ പോലും മിനിറ്റ് ബൈ മിനിറ്റ് തങ്ങളുടെ ഒപ്പീനിയൻസ് ചേഞ്ച് ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട്. കാരണം അവർ വിശ്വസിക്കുന്നത് ഒറ്റൊരു ബിലീഫിൽ മാത്രം വിശ്വസിക്കുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അതൊരു രീതിയിൽ ഒരു സ്ലേവറി ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനത്തുള്ള ആൾക്കാരാണ് മിനിറ്റ് ബൈ മിനിറ്റ് അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ ബിലീഫ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സത്യം എന്നൊരു കാര്യം അവരുടെ ഒരു വൊക്കാബുലറിയിൽ കാണത്തില്ല. അവർക്ക് പല രീതിയിലുള്ള സത്യങ്ങളായിരിക്കും കാണുന്നത്. മാത്രമല്ല അവരുടെ ഒരു നേച്ചർ തോന്നുന്നത് പോലെ അവരുടെ ഒപ്പീനിയൻ മാറ്റാൻ സാധിക്കും, അവരുടെ അഭിപ്രായങ്ങൾ മാറ്റാൻ സാധിക്കും, സത്യങ്ങൾ അവരുടെ രീതിയിൽ വളച്ചൊടിക്കാൻ പറ്റുമെന്നുള്ള രീതി ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അദ്ദേഹം ഇവിടെ റെഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്ന ഫിലോസഫേഴ്സും ഉണ്ടായിരുന്നെന്നും കൂടുതലും ഇവിടെ ഒരു റെഫറൻസ് വരുന്നത് ഫ്രഞ്ച് അക്കാഡമിയാണ്. French Academy, founded to popularize the teachings of Pyrrho, a Greek philosopher who taught that nothing could be known with certainty, and only suspension of judgment and calmness of mind constituted true wisdom and served as a source of happiness. അങ്ങനെ ഫ്രഞ്ച് അക്കാഡമിയിലെ ഒരു ഫിലോസഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അവർ ഒന്നും തന്നെ നമുക്ക് ഫുള്ളി മനസ്സിലാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു ഫിലോസഫി വിശ്വസിക്കുന്നത് ഒരു ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ സത്യത്തെ ശരിക്കും മനസ്സിലാക്കുന്നില്ല. അവരുടെ ഇഷ്ടത്തിൽ അവർ ഓരോ റിയാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു, അവരുടെ അഭിപ്രായങ്ങൾ മാറ്റി പറയുന്നു. അങ്ങനത്തുള്ള ഫിലോസഫേഴ്സ് പോലും ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ അങ്ങനത്തെ ഫിലോസഫേഴ്സ് ജീവിച്ചിരിപ്പില്ലെങ്കിലും അതേ ടെൻഡൻസി കാണിക്കുന്ന ആളുകൾ ഇപ്പോൾ ഉണ്ടെന്നും ബേക്കൺ പറയുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേയിൽ നമ്മൾ കാണുന്ന പല ആൾക്കാരും ഈ ഒരു ഏൻഷ്യൻ കൗണ്ടർ പാർട്ടിനെ പോലെ തന്നെയാണ്. അവരുടെ ഉള്ളിൽ ഒരു രീതിയിലുള്ള സബ്സ്റ്റൻസും ഇല്ല. ഈ ഒരു എസ്സേയിൽ പറയുന്ന ബ്ലഡ്, വെയിൻ പോലത്തുള്ള ടേംസ് ഈ ഒരു ഐഡിയയാണ് റെഫർ ചെയ്യുന്നത്. അടുത്ത സ്റ്റാൻസയിൽ
Advancing his essay, Bacon explores the reason why people do not like truth. First, truth is acquired through hard work, and man is ever reluctant to work hard. Secondly, truth curtails man's freedom. More than that, the real reason of man's disliking to truth is that man is attached to lies, which Bacon says a natural, though corrupt love of the lie itself. Man loves falsehood because Bacon says that truth is as if the bright light of the day and would show what men in actual are. They look attractive and colorful in the dim light of lies. അടുത്ത സ്റ്റാൻസയിൽ ബേക്കൺ ഒരു ആൻസർ കണ്ടെത്താൻ നോക്കുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് മനുഷ്യർ സത്യത്തിൽ നിന്ന് മുഖം തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ സത്യത്തെക്കാളും കള്ളങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു ആൻസറാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. കൂടുതലും നമുക്കെല്ലാവർക്കും തന്നെ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ സത്യത്തെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മടി കാണും. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ആ ഒരു സത്യം കണ്ടുപിടിക്കാനുള്ളൊരു ഡിഫിക്കൽട്ടി ആയതുകൊണ്ടോ അല്ലെങ്കിൽ സത്യം ഉൾക്കൊള്ളാനുള്ളൊരു ഡിഫിക്കൽട്ടി ഉള്ളത് കൊണ്ടോ അല്ല. അതിനെക്കാട്ടിലും തന്നെ കള്ളങ്ങളുടെ കറപ്റ്റിംഗ് നേച്ചർ, അത് കാരണമാണ് കൂടുതലും ആളുകൾ സത്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും കൂടുതലും അതിന് പകരം ഒരുപാടധികം കള്ളങ്ങൾ പറയാൻ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അബദ്ധം നമ്മുടെ കയ്യിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ആ ഒരു അബദ്ധം ഉൾക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തുന്നതിനെക്കാട്ടിലും നമ്മൾ കൂടുതലും അത് മറച്ചു വയ്ക്കാനും അല്ലെങ്കിൽ അതിന് പകരം ഒരു കള്ളം പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഒരു ചെറിയൊരു നുണയാണെങ്കിൽ പോലും അവിടെ തൊട്ട് ഒരു വലിയൊരു നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു കള്ളമാണെങ്കിൽ പോലും നമ്മൾ അത് തന്നെയാണ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. സത്യം പറയുന്ന കള്ളം നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു കള്ളങ്ങൾ പറയാനും അല്ലെങ്കിൽ കള്ളങ്ങൾ വിശ്വസിക്കാനുമാണ്. അതാണ് ഈ ഒരു ദ കറപ്റ്റിംഗ് നേച്ചർ ഓഫ് ലൈസ്. ദാറ്റ് ഈസ് ദർ ഇസ് നാച്ചുറൽ ടെൻഡൻസി ഇൻ മെൻ ടു ലവ് ലൈസ്. And here Bacon also refers to another satirist of the 2nd century, Lucianus, who belonged to a school of philosophy that came after the French Academy, who was puzzled when asked why men prefer lies to truth. The only possible reason was that men loved lies for lies' sake. They neither seek pleasure like poet nor do it for profit like the merchants. അതിനുശേഷം ബേക്കൻ ഇവിടെ കൊടുക്കുന്ന ആദ്യത്തെ ഒരു മെറ്റഫറാണ് ട്രൂത്ത് ഡേ ലൈറ്റ് പോലെയാണ്. അത് നേക്കഡാണ്, അതൊരു രീതിയിലുള്ളൊരു മറവും അതിനില്ല, അതൊരു രീതിയിലും എക്സാജറേറ്റഡ് ആകുന്നില്ല. പക്ഷേ കള്ളങ്ങൾ ക്യാൻഡിൽ ലൈറ്റ് പോലെയാണ്, അതിൽ പാർഷ്യൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അതായത് സത്യങ്ങൾ എന്ന് പറയുന്നത് ഫുൾ ഡേ ലൈറ്റ് പോലെയാണ്, ഒരു രീതിയിലുള്ള ഷാഡോയും അതിലില്ല. പക്ഷേ ഫോൾസ് അല്ലെങ്കിൽ ലൈസ് എന്ന് പറയുന്നത് ക്യാൻഡിൽ ലൈറ്റ് പോലെയാണ്. അതായത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മറയുണ്ട്, ഒരു രീതിയിലൊരു ഷാഡോ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ദി റിയാലിറ്റി. അങ്ങനത്തെ രീതിയിലുള്ളൊരു ഡേ ലൈറ്റും ക്യാൻഡിൽ ലൈറ്റും തമ്മിലുള്ള വരുന്ന ഒരു മെറ്റഫറാണ് അദ്ദേഹം ആദ്യമായി ഇവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെറ്റഫർ എന്ന് പറയുന്നത് ട്രൂത്തിനെ ഒരു പേളായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് അത് അത്രയും മാത്രം ബ്യൂട്ടിഫുള്ളാണ്. എൻ്റെ ഡേ ലൈറ്റിൽ എൻ്റെ നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഫോൾസ്ഹുഡ് ഡയമണ്ട് അല്ലെങ്കിൽ കാർബങ്കിൾ പോലെയാണ്. അതിന് ഒരുപാടധികം ഭംഗിയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് വേരിയഡ് ലൈറ്റ്സിലാണ് നമുക്ക് കൂടുതലും ഭംഗിയായിട്ട് തോന്നുന്നത്. ഇത് നേരത്തെ ആ ഒരു ഡേ ലൈറ്റ് ക്യാൻഡിൽ ലൈറ്റിൻ്റെ ഒരു ഡിഫറൻസ് പറഞ്ഞതുപോലെ തന്നെയാണ്. ട്രൂത്തിന് അതിൻ്റേതായ ഒരു ജെനുവിനിറ്റി ഉണ്ട്, ഒരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. പക്ഷേ ഫോൾസ്ഹുഡിന് അതേ രീതിയിലുള്ള അട്രാക്റ്റീവ്നെസ് തന്നെ കാണും, പക്ഷേ ഇറ്റ്സ് ഫോൾസ്, ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് ജെനുവിൻ. അതാണ് അവിടെ വരുന്നൊരു മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ്. പക്ഷേ ഈ ഒരു അട്രാക്റ്റീവ്നെസ് കാരണം, ഇതിൻ്റെ ഒരു കറപ്റ്റിംഗ് നേച്ചർ കാരണം നമ്മൾ കൂടുതലും കള്ളങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. It is a fact that man prefers to cherish illusion, which makes his life more interesting. Which a profound observation of man's psychology, Bacon states that it deprives of false pride and vanity. The human mind would contract like a deflated balloon, and these human beings would become poor, sad, and ill. However, poetic untruth is not gone unnoticed by Bacon's piercing intellect.
He says poetic untruth is a wine of the devil in priest's eye, yet it is not as harmful as the other lies are. Bacon, being a literary artist, illustrates this concept with an apt imagery that poetic untruth is but a shadow of a lie. The inquiry of truth, knowledge of truth, and belief of truth are compared with the enjoyment of love. Such a comparison tends the literary charm to this essay. Bacon further says that in the last act of creation was to create rational faculty, which helps in finding truth as the finished product of God's blessing. അപ്പോൾ നമ്മൾ കള്ളങ്ങളും സത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് മനുഷ്യർ കൂടുതലും കള്ളങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ കള്ളങ്ങൾ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്ലഷറാണ്. അതായത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ കള്ളങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ആ ഒരു റിലീഫ് കാണും. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു ആളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളൊരു റിലീഫ്, ഒരു രീതിയിലുള്ളൊരു പ്ലഷർ, അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കൂടി വരുന്നുണ്ട്. കാരണം സത്യങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ കൂടുതലും അത് അത്രയ്ക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു സത്യം ഉൾക്കൊള്ളുന്നത് കൊണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഒരു ഇമേജിന് ഒരു പക്ഷെ ഒരു കോട്ടം തട്ടിയേക്കും. വേറൊന്നുമില്ല, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മളൊരു കാര്യം മോഷ്ടിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ ആ ഒരു സത്യം തുറന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കൊരു പേടി കാണും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ തന്നെ ഒരു കള്ളനായി കാണുമോ. സത്യം പറയുന്നത് എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. പക്ഷേ നമ്മളെന്താണ് ആ ഒരു കാര്യം പുറത്ത് പറയുന്നതിനേക്കാട്ടിലും നമ്മളെന്താണ് ചെയ്യുന്നത്, അറിയാതെ കയ്യിൽ വന്നു, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല എങ്ങനെയാണ് എൻ്റെ കയ്യിൽ വന്നതെന്ന്, ആരോ തന്നതാണ് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള കള്ളങ്ങൾ നമ്മൾ പറയുന്നു. അത് ആ ഒരു ആൾ വിശ്വസിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പ്ലഷർ കിട്ടും. അതായത് നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടു, ഇനി ആരും നമ്മളെ സംശയിക്കില്ല എന്നുള്ള രീതിയിലുള്ളൊരു പ്ലഷർ നമുക്ക് കിട്ടുന്നു. ആ ഒരു പ്ലഷർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ജനറലി മനുഷ്യർ കള്ളങ്ങൾ പറയുന്നതും ആ കള്ളങ്ങൾ തന്നെ അവർ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ബേക്കൺ അടുത്ത സ്റ്റാൻസയിൽ പോയറ്റിക് ട്രൂത്തും സയൻറ്റിഫിക് ട്രൂത്തും തമ്മിലൊരു ഡിവിഷൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് വൈൻ ഓഫ് ദി ഡീമൻസ് എന്നാണ് ഒരു ഫിലോസഫർ പറയുന്നത്. ആ ഒരു റെഫറൻസ് വരുന്നത് സെൻറ്റ് ജെറോം, എ ക്രിസ്ത്യൻ മങ്ക് ആൻഡ് സ്കോളർ ഓഫ് ദി 4th century AD, who called poetry the food of demons. Basically, the poet says that poetic truth born out of imagination has the shadow of a lie. The lie that is born out of imagination is harmless, but the lie that one listens to, absorbs and becomes part and parcel of one's life is apt to do a lot more damage. അതുതന്നെയാണ് കള്ളങ്ങളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. നമ്മളൊരു കള്ളം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു വൈറ്റ് ലൈസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ബഹളം വയ്ക്കുന്ന സമയത്ത് നമ്മളല്ല മറ്റേ അടുത്തിരിക്കുന്ന ആളാണെന്ന ഒരു രീതിയിൽ അത് കള്ളമാണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് അത് മറന്നുപോയെങ്കിൽ അത് തിരിച്ചു വെക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഒരു ടാസ്ക് വീട്ടുകാർ തരുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർ തരുമ്പോൾ നമ്മൾ ആ കാര്യം ചെയ്യാൻ മറന്നുപോയി. പക്ഷെ സത്യം പറയുന്നതിനെക്കാട്ടിലും നമ്മളെന്താ പറയും, നമ്മൾ കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞില്ല എന്നൊരു രീതിയിലൊരു കള്ളങ്ങൾ നമ്മൾ പറയും. അതൊക്കെ വൈറ്റ് ലൈസ് ആണ്, കുറേയൊക്കെ ഹാംലെസ് ആണ്, വലിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ വരത്തില്ല. പക്ഷേ ഏത് കള്ളങ്ങളാണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ആ കള്ളങ്ങളെ മാത്രം വിശ്വസിക്കുന്നത്, അത് നമ്മുടെ ലൈഫിൽ ഒരുപാടധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഒരു പക്ഷേ വലിയ കള്ളങ്ങൾ, അതായത് എക്സ്ട്രീം കേസിൽ പറയുകയാണെങ്കിൽ മേ ബി ലൈക്ക് സ്റ്റീലിംഗ് ഓർ ഈവൻ മേർഡറിങ് സമ്വൺ, അങ്ങനത്തെ രീതിയിലുള്ളൊരു വലിയൊരു തെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ, അങ്ങനത്തെ രീതിയിലുള്ള പാപങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അവിടെയും നമ്മൾ കൂടുതലും കാണുന്നത്, ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. അല്ലെങ്കിൽ എഗെയിൻ ഒരു രീതിയിൽ നമ്മൾ കള്ളം പറയുന്നു. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഒരുപക്ഷെ നമുക്ക് തോന്നും നമ്മൾ രക്ഷപ്പെട്ടു എന്ന്, പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള അത്രയും ശക്തിയുള്ള കള്ളങ്ങളാണ്. ആ ഒരു കള്ളങ്ങളാണ് അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഓഥർ പറയുന്നത്. ആൻഡ് ദെൻ Bacon's moral idealism is obvious when he, advancing his argument in favor of truth, asserts that the earth can be made paradise only with the help of truth. Man should ever stick to truth in every matter
Do the act of charity and have faith in every matter. And have faith in God. Bacon's strong belief in truth and divinity is stated in the following line. Certainly it is heaven upon earth to have a man's mind move in charity, rest in providence, and turn upon the poesies of truth. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ഒരു എപ്പിക്യൂറിയൻ തിയറി ഓഫ് പ്ലഷറാണ് ബേക്കൺ അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത്. That is, the true sense of pleasure shouldn't accompany superiority, pride, emotional, subjective coloring. It should be objective, accompanied by pity. ഇപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം തന്നെ സത്യമാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ സിറ്റുവേഷനിലും എപ്പോഴും പറയുന്നത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് അങ്ങനത്തെ രീതിയിൽ വിശ്വസിക്കുന്ന ഒരാൾ പിൽക്കാലത്ത് അഹങ്കാരിയായി മാറുന്നു. അതായത് നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം തെറ്റാണ് എന്നുള്ള രീതിയിൽ ആലോചിക്കുന്ന ഒരു വ്യക്തിക്ക് എവിടെയെങ്കിലും അതിൻ്റെ അകത്തൊരു അഹങ്കാരം വന്നു കൂടുകയും ആ ഒരു ആൾ വളരെയധികം അറഗൻ്റായി മാറുകയും ചെയ്യും. അപ്പോൾ ശരിക്കും ട്രൂത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതായത് നമ്മുടെ കയ്യിൽ നിന്നും തെറ്റ് വരാൻ സാധിക്കും, നമ്മുടെ അഭിപ്രായങ്ങൾ ഒരു പക്ഷേ തെറ്റാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻ്റ്, അല്ലെങ്കിൽ ഒരു രീതിയിൽ വ്യത്യസ്തമാവാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഒപ്പീനിയൻ എന്താണ് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരാൾക്ക് വേറൊരു രീതിയിലുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തന്നെ അത് കേൾക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക എന്നാണ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടത്. മറ്റൊരാളുടെ ഒപ്പീനിയൻ നമ്മളെക്കാളും എത്രമാത്രം വ്യത്യസ്തമാണെങ്കിലും അത് റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. ഒരു പക്ഷേ നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം. ബട്ട് ദ ബേസിക് തിങ് വി ഷുഡ് ഡു ഇസ് റെസ്പെക്ട് ദ ഒപ്പീനിയൻ, and then we can provide the difference. If we have a difference of opinion, we can definitely say that out loud, argue with that, or debate with that if we want to. But first of all, listen to it and respect that person's opinion and then move out. പക്ഷേ കൂടുതൽ നമ്മൾ കാണുന്നത് എന്താണ്? ഞാനാണ് ശരി എന്നുള്ള രീതിയിൽ മറ്റൊരാളുടെ ഒപ്പീനിയൻ ഒരിക്കലും തന്നെ അക്സെപ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാതെ തന്നെ തങ്ങളുടെ അഭിപ്രായം മാത്രം ഇങ്ങനെ എംഫസൈസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും നമ്മുടെ സമൂഹത്തിലുള്ളത്. ആ ഒരു ഹിപ്പോക്രസി കൂടി ഓഥർ പറയുന്നുണ്ട്. From the objective truth, Bacon passes judgment to the subjective truth, which he calls the truth of civil business. It is the compelling quality of truth. Bacon observes that the person who do not practice truth acknowledge it. Bacon's idealistic moral attitude is obvious in these lines when he says that clear and round dealing is the honor of man's nature, that the mixture of falsehood is like alloy in coin of gold and silver, which may make the metal work better but embezzle it. അതായത് നമ്മൾ പറഞ്ഞ കമ്പാരിസൺ ഇതുവരെ എന്തൊക്കെയായിരുന്നു? ഡേ ലൈറ്റ്, ക്യാൻഡിൽ ലൈറ്റ്. ട്രൂത്ത് എന്നത് ഡേ ലൈറ്റ് പോലെയാണ്, ഫോൾസ് ഹുഡ് എന്ന് പറയുന്നത് ക്യാൻഡിൽ ലൈറ്റ് പോലെയാണ് എന്ന് പറഞ്ഞു. അടുത്ത മെറ്റഫർ ട്രൂത്ത് പേൾ പോലെയാണ്, ഫോൾസ്ഹുഡ് ഡയമണ്ട് അല്ലെങ്കിൽ കാർബങ്കിൾ പോലെയാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ മെറ്റഫറാണ് ട്രൂത്ത് എന്ന് പറയുന്നത് ഫോൾസ്ഹുഡ് എന്ന് പറയുന്നത് ബേസ് ഓഫ് ദി മെറ്റൽ. നമ്മുടെ കോയിൻസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മെറ്റൽ ബേസ് കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു പേർപ്പസ് എന്താണ്? ആ ഒരു നാണയത്തിന് അതിൻ്റേതായ ഒരു തിളക്കം കൊടുക്കുക, അതിൻ്റേതായ ഒരു ശക്തി കൊടുക്കുക, അത് മാത്രമാണ് അതിൻ്റെ പേർപ്പസ്. പക്ഷേ അവിടെയും ആ ഒരു അട്രാക്റ്റീവ്നെസ് മാത്രമേ അതിൻ്റെ ഒരു ക്വാളിറ്റിയായി വരുന്നുള്ളൂ. അത്രയും പ്യുവറായിട്ടൊരു ഗോൾഡ് കോയിൻ്റെ കൂടെ, ഗോൾഡിൻ്റെ കൂടെ ഈ ഒരു ബേസ് മെറ്റലും കൂടെ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും അവിടെ അതിൻ്റെ ഒരു പ്യുവറിറ്റി, അതിൻ്റെ വേർത്താണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അതൊരിക്കലും നമുക്ക് പിന്നെ പ്യുവറായിട്ടുള്ളൊരു ഗോൾഡാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്യുവറായിട്ടൊരു സിൽവർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ആ ഒരു ബേസ് മെറ്റലും കൂടി ആഡ് ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെയാണ് കള്ളങ്ങൾ പറയുമ്പോൾ സത്യത്തിന് അതിൻ്റെ ഒരു ജെനുവിനിറ്റി നഷ്ടപ്പെടുന്നു. ഒരിക്കലും അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്യുവറായിട്ടുള്ളൊരു ട്രൂത്താണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മളുടെ പല സിറ്റുവേഷനിലും നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെയാണ്. നമ്മളൊരു സത്യത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയൊരു കള്ളം കൂടി അതിൻ്റെ കൂടെ പറയുകയാണെങ്കിൽ അവിടെ സത്യത്തിൻ്റെ ആ ഒരു ജെനുവിനിറ്റി അവിടെ നമുക്ക് നഷ്ടപ്പെടും. ആ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ പറയുന്നത്. സോ ട്രൂത്ത് ഇസ് കമ്പയർഡ് ടു ദി
pure gold or pure silver, and falsehood is compared to the base metal, which when added together will lead to the pure gold or pure silver in this case compared to the truth to be less worthy. അടുത്തൊരു കമ്പാരിസൺ എന്ന് പറയുന്നത്, ബേക്കൺ ഫർദർ അസേർട്സ് ദാറ്റ് ദി ലയേഴ്സ് ആർ ലൈക്ക് സ്നേക്ക് ദാറ്റ് ഗോസ് ബേസ്ലി അപ്പോൺ ദി belly and not upon the feet. Imagery comprising comparison is apt and convincing. Moreover, Bacon refers to Montaigne, who is of the view that a lie faces God and shrink from man. Bacon adds that falsehood is the height of wickedness and as such will invite judgment of God upon all human beings on doomsday. Therefore, Bacon concludes his essay with didacticism with a tinge of Christian morality. അടുത്തൊരു മെറ്റഫറാണ്, ഒരു കള്ളം പറയുന്ന ഒരു ആൾ അല്ലെങ്കിൽ ഒരു ചീറ്റ് ചെയ്യുന്ന ആൾ, അത് സർപ്പൻറ്റിനെ പോലെയാണ്. ഇറ്റ് ഹാസ് നോ ഫീറ്റ്, ഇറ്റ് ക്രോൾസ് ഓൺ ഇറ്റ്സ് ബെല്ലി. ഇവിടെ ഓബ്വിയസ്ലി ഒരു റെഫറൻസ് വരുന്നത്, ബിബ്ലിക്കൽ അലൂഷനായിട്ട് വരുന്നത് ടെംപ്ടേഷൻ ഓഫ് ഈവ് ബൈ സേറ്റൻ. ആ ഒരു ബിബ്ലിക്കൽ അലൂഷനും കൂടി നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു റെഫറൻസാണ് മൊണ്ടേങ്, 16th century ഫ്രഞ്ച് എസ്സേയിസ്റ്റ് ആണ്. മൊണ്ടേങ്ങിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ ലയർ ഇസ് ബ്രേവ് ടുവേർഡ്സ് ഗോഡ് ആൻഡ് എ കവേർഡ് ടുവേർഡ്സ് മാൻ. അതിൽ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ എപ്പോഴും മറ്റൊരു മനുഷ്യനോട് എത്ര വേണമെങ്കിലും കള്ളം പറയാം, പക്ഷെ ഒരിക്കലും ദൈവത്തിന് മുന്നിൽ കള്ളം പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം എല്ലാം അറിയുന്ന ഒരു പ്രസൻസ് ആണ്, എന്താണ് സത്യമെന്ന് അറിയുന്ന ഒരു പ്രസൻസ് ആയതുകൊണ്ട് തന്നെ മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൻ്റെ മുന്നിൽ കള്ളം പറയാൻ പറ്റത്തില്ല. ആ ഒരു കാര്യത്തിൽ ഒരു ക്രിസ്ത്യൻ മൊറാലിറ്റി കൂടി അദ്ദേഹം ആ ഒരു ലാസ്റ്റ് സ്റ്റാൻസിയിൽ പറയുന്നുണ്ട്. And lastly, Bacon applies to God to bring the generation of men to judgment soon instead of waiting for the final judgment of mankind after the second coming of Christ. It is the reference taken from the passage verse in St. Luke. Christ will not find any believer in God if the second coming of Christ and the final day of judgment are not soon at hand. അങ്ങനത്തെ രീതിയിലുള്ളൊരു വാർണിംഗ് പോലെ ബേക്കൺ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ കൂടുതലും കള്ളം പറയാൻ ഇഷ്ടപ്പെടുന്ന, കള്ളങ്ങളെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ കൂടുതലും മാറിക്കൊണ്ടിരിക്കുന്നത്. റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ റിയാലിറ്റി ഡിനൈ ചെയ്തുകൊണ്ട് റിയാലിറ്റിക്കാട്ടിലും കൂടുതലും സ്വപ്നങ്ങളിലും കള്ളങ്ങളിലും മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും വളർന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ജഡ്ജ്മെൻറ്റ് ഡേ എത്തുന്നതിന് മുമ്പേ തന്നെ ഇവിടെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ സത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇവിടെ കാണത്തില്ല എന്ന് ബേക്കൺ പറയുന്നു. So in the essay of truth there is no digression. All the argument in the essay pertain to a single main idea, truth. Bacon's wide learning is clearly observed when he refers to Pilate, Lucian, creation, Montaigne, etc. Of truth is enriched with striking similes, analogies such as he equates liars as a snake moving basely on his belly, mixture of falsehood like an alloy of gold and silver. Similarly, truth is open daylight, whereas lie is candle light, that is fake dim light. Truth is a pearl that is worthy and precious, whereas lie is a diamond that reflects light, illusions when placed in daylight. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊരു അനാലിസിസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം പറയാം. നമ്മൾ ബയോഗ്രഫി പറഞ്ഞതുപോലെ തന്നെ ബേക്കൺ അദ്ദേഹത്തിൻ്റെ എല്ലാ എസ്സേസിലും ഒരുപാടധികം ഫിലോസഫേഴ്സിൻ്റെ റെഫറൻസ് തരുന്നുണ്ട്. നമ്മളിവിടെയും കണ്ടു. ഹിസ്റ്ററി വരുമ്പോൾ പിലാത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഗ്രീക്ക് ലിറ്ററേച്ചറിൽ നിന്നാണ് ലൂഷ്യസിനെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിയേഷൻ, ബിബ്ലിക്കൽ അലൂഷൻസ് ഉണ്ട്. മൊണ്ടേങ് ഒരു ഫ്രഞ്ച് എസ്സേയിസ്റ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ റെഫറൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാടധികം റെഫറൻസസ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എസ്സേ എല്ലാം തന്നെ എഴുതുന്നത്. മാത്രമല്ല ഒരുപാടധികം കമ്പാരിസൺസ്, മെറ്റഫേഴ്സ്, സിമിലീസ്, അതുപോലെ ആനലോജീസും ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഡേ ലൈറ്റ്, കാൻഡിൽ ലൈറ്റ്, പേൾ, ഡയമണ്ട്, അലോയ്, ബേസ് മെറ്റൽ, ഗോൾഡ് ആൻഡ് സിൽവർ കോയിൻ, അങ്ങനത്തെ അലോയ്, അതുപോലെ തന്നെ കമ്പാരിസൺ ടു സർപ്പൻസ്, ഇതെല്ലാം തന്നെ ആ ഒരു ലിറ്റററി ഡിവൈസസ് ആണ്. The essay of truth is not ornamental as was the practice of the Elizabethan prose writers. Bacon is simple, natural and straightforward in his essay.
Though Elizabethan color is also found in Of Truth because there is a moderate use of Latinicism in the essay. Economy of word is found in the essay not alone, but synthetic brevity is also obvious in the essay. We find conversational ease in this essay, which is an outstanding feature of Bacon's style. There is a peculiar feature of Bacon, that is aphorism. We may find short, crispy, memorable, witty sayings in this essay. Therefore, Bacon's essay Of Truth is rich in matter and manner. This is really a counsel, civil and moral. പിന്നീട് അനാലിസിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, കൂടുതലും ആ സമയത്ത് എലിസബത്തൻ പ്രോസ് റൈറ്റിങ്ങിനെക്കാളും കുറച്ചധികം വ്യത്യസ്തമാണ് ബേക്കൻ്റെ എസ്സേസ്, പ്രത്യേകിച്ച് ഈ ഒരു ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. കാരണം ഇതിൽ അദ്ദേഹം സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇവിടെ ആകെ ബിഗിനിങ് ടു എൻഡ് ഒറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ട്രൂത്തിനെ കുറിച്ച്. മാത്രമല്ല അത് സിമ്പിളാണ്, നാച്ചുറൽ ആയിട്ടുള്ള അനലജീസാണ് അദ്ദേഹം പറയുന്നത്, സ്ട്രെയിറ്റ് ഫോർവേഡാണ്. കറക്റ്റ് ആ ഒരു ട്രൂത്തിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം എസ്സേ ഉടനീളം തന്നെ പറയുന്നത്. പക്ഷേ എലിസബത്തൻ ടൈമിലെ ഒരു റൈറ്റിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു പോപ്പുലർ ആയിട്ടിരുന്നൊരു ടെക്നിക്കാണ് ലാറ്റിൻ ഫ്രേസസ് ഉപയോഗിക്കുക എന്നുള്ളത്. അങ്ങനെ കുറച്ച് ലാറ്റിനിസിസം കൂടി ഈ ഒരു എസ്സേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ഫ്രേസസ് ഒക്കെ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റുന്നത് ബേക്കൻ തന്നെ ഒരു എടുത്തു പറയാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലായിട്ടുള്ള അഫോറിസമാണ്. ഇത് ഒരു കോൺവെർസേഷണൽ ഒരു സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് തോന്നുന്നത് ബേക്കൺ റീഡേഴ്സിനോട് ഡയറക്റ്റ് സംസാരിക്കുന്നത് പോലെ. ഈ ഒരു എസ്സേ വായിക്കുന്ന ആൾക്കാർക്ക് ബേക്കൺ ആ ഒരു ഓതർ തങ്ങളോട് തന്നെ വളരെ ഡയറക്റ്റായി സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനത്തെ രീതിയിൽ ഒരു കോൺവെർസേഷണൽ സ്റ്റൈലാണ് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിലെ പല സെൻറ്റൻസസും വളരെ ഷോർട്ടാണ്, ക്രിസ്പിയാണ്, വേഗം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസസ് ആണ്. മാത്രമല്ല ഒരു ഹ്യൂമറും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ബ്രീഫ് അനാലിസിസ് ഓഫ് ദി എസ്സേ ഓഫ് ട്രൂത്ത് ബൈ ഫ്രാൻസിസ് ബേക്കൺ. I hope this was understandable, and if you found this easy to understand, do like the video and share your opinion as well. I'll see you in the next video. Till then, take care. Thank you.